സിനിമ സെറ്റ് കിസ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ കിസ്സൊന്നും കണ്ടില്ല. ഫസ്റ്റ് ഹാഫും കൊള്ളാം, നല്ല അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, നല്ല മൂവിയാണ്. കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞങ്ങളെ മാതിരിയുള്ള ആളുകൾക്കും. ട്രെയിലർ കണ്ടപ്പോൾ ഞാനൊരു സിമ്പിൾ പടമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനല്ല. അങ്ങനെ മോശം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. പ്രതീക്ഷിച്ചില്ലായിരുന്നു. സിനിമ സെറ്റ് കിസ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ കിസ്സൊന്നും കണ്ടില്ല. വേറെ എന്തൊരു കൊള്ളല്ലേ, സൂപ്പർ. ആ പപ്പായൊക്കെ കടിക്കുന്ന സീനും ഉടുപ്പക്കൂരി നമ്മൾ കറക്കി സീന് രോമാദിഫിക്കേഷൻ പറ. കൊള്ളാം, നല്ല അഭിനയിച്ച്, കുഴപ്പമില്ലായിരുന്നു. ഷൈൻ പൊളിച്ച്. ആവറേജ്, കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷെയിൻ്റെ പെർഫോമൻസ് കൊള്ളാം, നൈസായിരുന്നു. നല്ല പടമാണ്, നല്ല ഫാമിലി പടമാണ്, നല്ല തമാശയുണ്ട്. പിന്നെ ബാബുരും ഷൈനും ഒക്കെ നല്ലൊരു കോംബോയാണ്, നല്ല ഫാമിലി പടമാണ്. കൊള്ളാം, നല്ല പടം ചേട്ടാ, നല്ല മൂവി കണ്ടോണ്ടിരിക്കുക. റൊമാൻറ്റിക് ലവ് അല്ല, കൊള്ളാം, നല്ല പടമായിരുന്നു. അല്ല, കോമഡിയാണ്, ഷൈനികമാണെങ്കിൽ നല്ല രസമുണ്ട്. നല്ല പടം കോമഡി. ബാബുരാജ് കലക്കിയിട്ടുണ്ട്. ഇത് വേറെ കഥയൊന്നുമില്ല, നല്ല കോമഡി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇല്ല, ആക്ഷൻ ആക്ഷൻ പടമില്ലേ, നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ലവ് സ്റ്റോറി, ലവ് ഉണ്ട്, കോമഡി കണ്ടുകൊണ്ടിരിക്കുക, നല്ല രസമുണ്ട്. നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫും കൊള്ളാം, നല്ല അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, നല്ല മൂവിയാണ്. ഷൈനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. നമ്മൾ സാധാരണ കാണുന്നതിന് ഇപ്പോൾ ഒരു മോഹൻലാലോ ഒരു മമ്മൂട്ടിയോ വരുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി നന്നായി അഭിനയിച്ചിരിക്കുന്നു. കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞങ്ങളെ മാതിരിയുള്ള ആളുകൾക്കും. കോമഡിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ് ബ്രോ. ഷെയിൻ ബാബുരാജ് കോമ്പോ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതൽ എൻ്റർടൈൻ ചെയ്തത് അതാണ്. സ്റ്റാർട്ട് ടു എൻഡ് വരേക്കും നൈസായിരുന്നു. അടിപൊളി സിനിമയാണ്, അടിപൊളിയാണ്. എല്ലാവരും ഫാമിലി ഫ്രണ്ട്സായിട്ട് ഉറപ്പായിട്ടും കാണണം. സൂപ്പർ, നല്ല സിനിമ. ഒരു എബോവ് ആവറേജ് ആണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഫാമിലി മൂവി തന്നെയാണ്. പടം കൊള്ളാം, നൈസ് പടമാണ്. അതായത് പടത്തിൽ കോമഡി ഉണ്ട്, പിന്നെ എന്താ പറയുക, റൊമാൻസ് ഉണ്ട്, പിന്നെ സീരിയസ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ആക്ച്വലി ട്രെയിലർ കണ്ടപ്പോൾ ഞാനൊരു സിമ്പിൾ പടമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനല്ല. പടം ആക്ച്വലി എന്താ പറയുക, അത്യാവശ്യം നല്ല പടം തന്നെയാണ്. ഒരുപാട് നല്ല എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ പടത്തിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മത്സരിച്ച് അഭിനയിച്ചു എല്ലാവരും. ബാബുരാജ്, ഷൈനികം, പിന്നെ അതുപോലെ നമ്മുടെ രഞ്ജി പണിക്കർ, പിന്നെ ഷൈൻ ടോം പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വേഷമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോറിനർ ആക്ടറുണ്ട്. എനിക്ക് പക്ഷേ അങ്ങനത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ ആക്ടറാണെന്ന് തോന്നുന്നു. കാരണം സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങളും അതുപോലെ എന്താ പറയുക, ബാക്കി കാഷ്വലായിട്ടുള്ള ഡയലോഗ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള നടനായിട്ട് തോന്നി. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല സിനിമയാണ്. നമുക്ക് എന്താ പറയുക, ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, കണ്ടിരിക്കാൻ പറ്റി. കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ലവ് ഉണ്ട്, നല്ല പടമാണ്, നൈസാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ലാസ്റ്റ് കണ്ട 2 പടങ്ങളും അത്ര എന്നെ പ്രതീക്ഷ അത്ര എത്തിയില്ല, പക്ഷേ ഈ പടം വളരെ നന്നായിട്ടുണ്ട്. സീരിയസ്ലി സെയിങ്, കാരണം ഈ പടത്തിനകത്ത് അവിടെ ഷെയിൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റായിട്ടുള്ള കാര്യം, 3 പ്രണയം, അതെങ്ങനെ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഫണ്ണി ആയിട്ട് അതിൻ്റെ ആ എസെൻസ് ചോരാതെ തന്നെ ആ ഫിലിമിൽ അവരൊക്കെ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മോശം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. വളരെ ഒരു ഫ്ലോയിൽ പോകുന്ന പടമാണ്. എന്തുകൊണ്ടും തിയേറ്ററിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് കാണണം. കാരണം ഈ സിനിമയിൽ പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അത് വളരെ റെലവൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ സോഷ്യലി വലിയൊരു മെസ്സേജ് സിനിമ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും പടം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോശം എന്ന് പറയാനായിട്ട് ഒന്നും തോന്നിയില്ല. ഒരു 2 hours 15 minutes നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് ഈ സിനിമ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ഫണ്ണി ആയിട്ട്, എന്നാൽ അധികാരുടെ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് എഴുതി വേണം പറയാമല്ലോ, കോമഡി എങ്ങനെ വേണം ആവാം. പക്ഷേ മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതെ വളരെ കൺവിൻസിങ് ആയിട്ട് വളരെ ഒരു നല്ലൊരു ഫ്ലോയിൽ ഈ പടം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടർ എല്ലാവരും നന്നായിട്ടുണ്ട് ബ്രോ.